വൈ ഡസ് CM സി ജോസഫ് വിജയ് റിക്വസ്റ്റ് സെക്യൂരിറ്റി? 2026 ഇലക്ഷന് മുമ്പാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഓക്കെ, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന് അദ്ദേഹം ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സോ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനും സെക്യൂരിറ്റി കോൺവോയ് ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വിജയുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് Z+ സെക്യൂരിറ്റി കാറ്റഗറി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയുടെ Z+ സെക്യൂരിറ്റി കോൺവോയിനെ കുറിച്ചായിരിക്കും. Let's go to the video. So once again, why does Vijay require this kind of security? സാധാരണ സ്ഥിതിക്ക് CM അല്ലാത്ത, ഇതുവരെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ലാത്ത വിജയ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനും മറ്റ് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സിനൊക്കെ ആയിട്ട് പോലീസ് ഫോഴ്സ് ആ ഒരു സ്ഥലത്തെ അറ്റൻഡ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഓൾ ബിക്കോസ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ആൻഡ് ഫെയിം. അത്രയും പോപ്പുലാരിറ്റിയും ഫെയിമും ഉള്ള ഒരു താരം തന്റെ സ്റ്റാർഡം നിലനിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ദിവസം അഭിനയം നിർത്തുകയും പൂർണ്ണമായും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഇലക്ഷനിൽ വിൻ ചെയ്ത് ആ നാടിന്റെ പ്രിയപ്പെട്ട നായകൻ അവരുടെ തന്നെ ഭരണാധികാരിയായി മാറുകയും കൂടെ ചെയ്യുമ്പോൾ, and now when he holds not only popularity and fame but also one of the ultimate political power in a state, ആ ഒരു വ്യക്തിക്ക് Z+ സെക്യൂരിറ്റി കാറ്റഗറി കോൺവോയ് മാൻഡേറ്ററി ആയി മാറുകയും കൂടെ ചെയ്യുകയാണ്. ഇതൊരു വശത്തിരിക്കെ, and this is also completely based on intelligence threat assessment on that particular VIP personnel. സാധാരണ ഇതുപോലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ചുമതല സ്റ്റേറ്റ് പോലീസിനാണ് ഉള്ളത് എങ്കിലും ആ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട വിഐപിയുടെ കൂടെ ഡയറക്ട്ലി അക്കമ്പനി ചെയ്യുന്ന ഓഫീസേഴ്സ് ഒരിക്കലും സ്റ്റേറ്റ് പോലീസിൽ നിന്നും ആയിരിക്കില്ല. മറിച്ച് ഇവരൊക്കെ സെൻട്രൽ ഫോഴ്സ് കമാൻഡോസ്, അതായത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഓർ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, ഇതുപോലെയുള്ള വിങ്ങുകളിലെ പേഴ്സണൽസ് ആയിരിക്കും വിജയിനെ പോലെയുള്ള ഒരു CMന്റെ കൂടെ തന്നെ നിന്ന് അവരെ ഡയറക്ട് ത്രെറ്റുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന വിജയിന്റെ സെക്യൂരിറ്റി കോൺവോയ് വീഡിയോസിലൊക്കെ ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചു വരുന്ന ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. അതായത് ഇതുപോലുള്ള VIPസിന്റെ പേഴ്സണൽ ആൻഡ് ഡയറക്ട് ത്രെറ്റ് പ്രൊട്ടക്ഷൻ കമാൻഡിംഗ് ഓഫീസേഴ്സ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ലോക്കൽ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ആയിട്ടുള്ള റൂട്ട് ക്ലിയറൻസ്, ട്രാഫിക് മാനേജ്മെന്റ്, ക്രൗഡ് കൺട്രോൾ, ഇന്റലിജൻസ് ഗ്യാതറിംഗ് വിത്തിൻ ദ സ്റ്റേറ്റ്, വെന്യൂ സെക്യൂരിറ്റി, മാത്രമല്ല സെൻട്രൽ സെക്യൂരിറ്റി ടീമുമായിട്ടുള്ള കോർഡിനേഷൻ, ഈ പറഞ്ഞ ചുമതലകളൊക്കെ ആയിരിക്കും സ്റ്റേറ്റ് പോലീസ് ഏറ്റെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഫോഴ്സ് ആ VIP ആയിട്ടുള്ള വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് പോലീസ് ആ ഒരു സറൗണ്ടിങ് എൻവയോൺമെന്റിനെയും ലോജിസ്റ്റിക്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നൗ ലെറ്റ്സ് സീ വാട്ട് വെഹിക്കിൾസ് ആർ യൂഷ്വലി സീൻ ഇൻ ഹിസ് കോൺവോയ്. ഏതൊക്കെ വെഹിക്കിൾസ് ആണ് വിജയിന്റെ കോൺവോയിൽ സാധാരണ കണ്ടുവരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ സംസാര വിഷയമായി വരുന്നത് വിജയ് യാത്ര ചെയ്യുന്ന കാറിനെ കുറിച്ച് തന്നെയായിരിക്കും. ഓൾ ദ റീസെന്റ് വൈറൽ ഫുട്ടേജസ് ആൻഡ് വീഡിയോസ് വി ഹാവ് സീൻ ഹിം ട്രാവലിംഗ് ആൻഡ് ഡ്രൈവിംഗ് ഫോർ ഹിംസെൽഫ് ഇൻ എ ടൊയോട്ട ലാൻഡ് ക്രൂസർ LC300. ആക്ച്വലി റീസെന്റ് ആയിട്ട് കർണാടകയിലെ മൂകാംബിക ക്ഷേത്രത്തിൽ വിജയ് വന്നു പോയപ്പോൾ അതിന്റെ കുറച്ച് ഫുട്ടേജസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിജയ് യാത്ര ചെയ്യുന്ന കാർ മൂപ്പര് തന്നെ സ്വന്തം ഓടിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാനൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയത്. അതായത് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കോൺവോയിൽ മൂപ്പര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസർ LC300 വിജയിന്റെ തന്നെ സ്വന്തം വാഹനമാണ് എന്നാണ് റീസെന്റ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കോൺവോയിൽ കണ്ടുവരുന്ന മറ്റു വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ക്രിസ്റ്റൽ ക്ലിയർ ബ്രേക്ക് ഡൗൺ ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മേ ബി ബിക്കോസ് ഓഫ് വേരിയസ് സെക്യൂരിറ്റി റീസൺസ്. പക്ഷേ ഇതുവരെ കണ്ടുവന്ന വീഡിയോസ് ആൻഡ് ഫുട്ടേജസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റാൻഡം ഐഡിയ ഇതൊക്കെയാണ്. ഒബ്വിയസ്ലി നമ്മുടെ CM യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൊയോട്ട ലാൻഡ് ക്രൂസർ LC300, അതിനുശേഷം ക്ലോസ് പ്രൊട്ടക്ഷൻ ഓർ എസ്കോർട്ട് വെഹിക്കിൾസ് ആയിട്ട് ടൊയോട്ട ഫോർച്യൂണർ, പോലീസ് എസ്കോർട്ട് ആൻഡ് ആംഡ് സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ട് മഹീന്ദ്ര സ്കോർപിയോ, പിന്നെ ക്വിക്ക് റിയാക്ഷൻ ഓർ സെക്യൂരിറ്റി പേഴ്സണൽ ട്രാൻസ്പോർട്ട് അവരും യൂസ് ചെയ്യുന്നത് മഹീന്ദ്ര സ്കോർപിയോ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഓർ സസ്പീഷ്യസ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ വണ്ടിക്കകത്തുള്ള ആംഡ് കമാൻഡോസ് ആയിരിക്കും. പിന്നെയുള്ളത് ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. അതിനകത്ത് മോസ്റ്റ്ലി CMന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് മറ്റു ഷെഡ്യൂൾസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു പേഴ്സണൽ എയ്ഡ്, അതും അല്ലെങ്കിൽ മറ്റു ചില ഉയർന്ന പോലീസ് ഓഫീസേഴ്സ്, ഇവരൊക്കെ ആവാനാണ് കൂടുതൽ ചാൻസ്. അതിന്റെ പുറകെ ഒരു എസ്കോർട്ട് ഓർ ബാക്കപ്പ് വെഹിക്കിൾ ആയിട്ട് ഒരു ടൊയോട്ട സഫാരിയും അതിന്റെ പുറകെ ഒരു മഹേന്ദ്ര ബൊളേറോ ആസ് എ ലോക്കൽ പോലീസ് സപ്പോർട്ട് ഫോഴ്സ്, പിന്നെ ഒരു സെക്യൂരിറ്റി എക്യുപ്മെന്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് മേ ബി ഒരു ടൊയോട്ട ഹൈലക്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. അഡീഷണൽ പോലീസ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് ട്രാവലറും എമർജൻസി മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസും ട്രാഫിക് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഏറ്റവും മുമ്പിലായിട്ട് പോലീസ് മോട്ടോർ സൈക്കിൾസും ആണ് പിന്നെയുള്ളത്. ഇതെല്ലാം റീസെന്റ് അപ്ഡേറ്റ്സുകളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു റഫ് ഒബ്സർവേഷന്റെ ഒരു സമ്മറി മാത്രമാണ്. ഇതൊന്നും ഒരിക്കലും ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ് ആയിട്ട് ഒരിക്കലും കണക്കിലെടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ വളരെ ചുരുക്കം ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മാത്രമാണ് ഇതുവരെ Z+ സെക്യൂരിറ്റി കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥിനും മറ്റു ചില പ്രോമിനന്റ് ചീഫ് മിനിസ്റ്റേഴ്സിനും ഒക്കെയാണ് Z+ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളത്. അതായത് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹൈ റിസ്കോ ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഇന്റലിജൻസ് അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തെ തന്നെ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഓർ ഹെവിലി ഗാർഡഡ് സ്റ്റേറ്റ് ലീഡേഴ്സിലെ വൺ ഓഫ് ദ സ്റ്റേറ്റ് ലീഡറായിട്ട് വിജയ് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് പവർഫുൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പോലെ തന്നെ വിജയിന്റെ സെക്യൂരിറ്റി കോൺവോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും കുറച്ച് പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. ഒരു ഭാഗത്ത് വിജയിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതൊരു ചീഫ് മിനിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെഷറായിട്ട് കണക്കാക്കുമ്പോൾ പല ക്രിറ്റിക്സും ആർഗ്യൂ ചെയ്യുന്നത് ഇത് ജനങ്ങൾക്ക് ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും ഇതൊരു VIP കൾച്ചറായിട്ട് മാറുകയാണോ എന്നാണ് അവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള ചർച്ചകളും വിമർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിജയ് മെജോറിറ്റി സീറ്റ് വിൻ ചെയ്തതിനു ശേഷം, അതായത് സത്യപ്രതിജ്ഞയ്ക്കൊക്കെ മുമ്പായിട്ട്
അദ്ദേഹത്തിന് ഈ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തപ്പോൾ അപ്പോൾ അതിനെ അദ്ദേഹം നിഷേധിക്കുകയും ഒഫീഷ്യലി CM ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള സെക്യൂരിറ്റീസും അതർ പ്രിവിലേജസ് ഒക്കെ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതും പല സോഷ്യൽ മീഡിയസിലും ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ്. സോ സെക്യൂരിറ്റി കോൺവോയിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാമെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.